إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, സ്നേഹപൂർവം വസിയത്ത് ചെയ്യുകയാണ്. മരണാനന്തര ജീവിതത്തിലെ രക്ഷയും വിജയവുമാണ് നമ്മുടെ എല്ലാവരുടെയും ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയാണ് ജീവിതത്തിൽ ഒരുപാട് ഇബാദത്തുകളും ഒരുപാട് കർമ്മങ്ങളുമെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ആഖിറത്തിലെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന അനേകം കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾ എപ്പോഴാണ് നമുക്ക് ഉപകാരപ്പെടുക? ഒരു സംശയവുമില്ല, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട് അവൻ സ്വീകരിച്ചെങ്കിൽ മാത്രമേ, അവൻ കബൂൽ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ പരിശ്രമങ്ങളും നമ്മുടെ ആ വഴിക്കുള്ള എല്ലാ അധ്വാനങ്ങളും നമുക്ക് ഫലപ്പെടുകയുള്ളൂ എന്ന് നമുക്കറിയാം. അള്ളാഹു എങ്ങാനും നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കാതെ ഇരുന്നാലോ, നമ്മുടെ അധ്വാനങ്ങളും പരിശ്രമങ്ങളും എല്ലാം വെറുതെയായി തീരും എന്നതിനപ്പുറം നമ്മുടെ ഈ ജീവിതം തന്നെ എല്ലാ അർത്ഥത്തിലും ഒരു പാഴ് ജീവിതമായി അവസാനിക്കുകയും ചെയ്യും എന്നുള്ളത് നാം ഗൗരവത്തോടെ മനസ്സിലാക്കുന്ന കാര്യമാണ്. സഹോദരന്മാരെ, അള്ളാഹു ഇതാ നമ്മൾ ഇന്ന് ഈ വെള്ളിയാഴ്ച ഓതി തീർത്ത സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്ത് ഒരു വിഭാഗം ആളുകളെ കുറിച്ച് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ആ ആളുകളുടെ പ്രത്യേകത, അവര് ഒരുപാട് അമലുകൾ നല്ലതാണെന്ന് വിശ്വസിച്ച്, തങ്ങൾ ചെയ്യുന്നത് നല്ലതാണെന്ന് കരുതി, നാളേക്ക് തങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുമെന്ന് വിശ്വസിച്ച്
ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത മനുഷ്യന്മാരെ കുറിച്ച്. അവരാ മാർഗത്തിൽ ഒരുപാട് അധ്വാനിച്ചു എന്ന് മാത്രമല്ല, അവരുടെ ഒരു അധ്വാനവും ഒരു കർമ്മവും അള്ളാഹു സ്വീകരിക്കാതെ അവർ വലിയ നഷ്ടക്കാരായി മാറുകയും ചെയ്തു എന്ന് അള്ളാഹു അവരെ കുറിച്ച് അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. എവിടെ? സൂറത്തുൽ കഹ്ഫിലെ അവസാന ഭാഗത്ത്. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല. റസൂലിനെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയാണ്, റസൂലേ, ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല, കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി പോയ, നഷ്ടത്തിലായി പോയ, സ്വീകരിക്കപ്പെടാതെ പോയ ആളുകളെ കുറിച്ച് അങ്ങേക്ക് നാം പറഞ്ഞു തരട്ടെയോ, വിശദീകരിച്ചു തരട്ടെയോ? ആരാണവർ? അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിലെ ജീവിതത്തിൽ അവരൊരുപാട് പരിശ്രമങ്ങൾ നടത്തി, ആഖിറത്തിന് വേണ്ടി ഒരുപാട് കർമ്മങ്ങൾ ചെയ്തു. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, തങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അള്ളാഹു സ്വീകരിക്കും, അള്ളാഹു കബൂൽ ചെയ്യും, നാളെ തങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന ആ ഒരു വിചാരത്തോടെയാണ്, വിശ്വാസത്തോടെയാണ് അവർ ചെയ്തത്. പക്ഷെ പരലോകത്തെത്തിയപ്പോഴാണ് തങ്ങൾ ചെയ്തതെല്ലാം പാഴ്വേലയായിരുന്നു, അള്ളാഹു സ്വീകരിച്ചില്ല എന്ന് അവിടെ വെച്ചാണ് അവർക്ക് ബോധ്യപ്പെടുക. സഹോദരന്മാരെ, ആ ഒരു ദുരവസ്ഥ നമുക്ക് വന്നു ചേരാൻ പാടില്ല. ആ ഒരു ദൗർഭാഗ്യകരമായ അവസ്ഥ നമുക്ക് വന്നു ചേരാൻ പാടില്ല. മഅദല്ലാഹ്, അള്ളാഹു അത്തരം ഒരു അവസ്ഥയിൽ നിന്ന് നമ്മേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഓരോ കർമ്മങ്ങളും നമുക്ക് നാളെ ഗുണം ചെയ്യണം. ആ രീതിയിൽ അള്ളാഹു തൃപ്തിപ്പെട്ട് സ്വീകരിക്കണം, കബൂൽ ചെയ്യണം. അതിനെന്തു വേണം? അള്ളാഹു നമ്മൾക്ക് കൃത്യമായ ഒരു മാർഗദർശനം അതിന് നൽകുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന എന്തൊരു അമലും അത് അള്ളാഹു തൃപ്തിപ്പെട്ട് സ്വീകരിക്കണമെങ്കിൽ, നാളെ അത് നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ അള്ളാഹു 3 കണ്ടീഷനുകൾ, 3 നിബന്ധനകൾ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, ആ 3 നിബന്ധനകളിൽ 3 ഉൾക്കൊണ്ടുകൊണ്ട് അമലെടുക്കുമ്പോഴേ നമ്മുടെ ഏതൊരു അമലും അള്ളാഹു സ്വീകരിക്കൂ. എത്ര കണ്ടെന്നോ നമ്മുടെ മുമ്പിൽ കൈനീട്ടി വരുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ കൈവെള്ളയിലേക്ക് നമ്മൾ വെച്ചു കൊടുക്കുന്ന നമ്മുടെ കയ്യിലുള്ള ഏറ്റവും ചെറിയ നാണയത്തൊട്ട്, 1 രൂപയുടെ നാണയത്തൊട്ട്, ആ 1 രൂപയുടെ നാണയത്തൊട്ട് പോലും അത് സ്വതക്കയായി, ദാനധർമ്മമായി അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ, അതുപോലും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഈ 3 നിബന്ധനകൾ, ഈ 3 കണ്ടീഷനുകൾ അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരുടെ അമലുകൾ മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എവിടെയാണ് വിശുദ്ധ ഖുർആൻ അത് പഠിപ്പിക്കുന്നത്? വിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായം സൂറത്ത് ഇസ്രാഇന്റെ 19-ാമത്തെ വചനത്തിലൂടെ. ഇൻഷാ അല്ലാഹ് ആ 3 നിബന്ധനകളാണ് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. 1, നമ്മുടെ എന്തൊരു അമലും അള്ളാഹ് സ്വീകരിക്കണമെങ്കിൽ, നമ്മുടെ എല്ലാ ശ്വാലും മാറ്റിവെച്ച് ഇതാ ഈ അരമണിക്കൂർ അല്ലെങ്കിൽ ഏറി വന്ന 40 മിനിറ്റ് ഇവിടെ ഇരുന്ന് നമ്മൾ നിർവഹിക്കുന്ന ഈ ജുമുഅ പോലും നാളെ റബ്ബിന്റെ മുമ്പിൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ ആ 3 നിബന്ധനകൾ, ആ 3 കണ്ടീഷനുകൾ, അള്ളാഹു വെച്ച ആ 3 ഷർത്തുകൾ നമ്മളിൽ ഉണ്ടാവണം. ഒന്നാമത്തെ നിബന്ധന എന്താണെന്നറിയോ? ഒന്നാമത്തത് അയ്യകൂന മുഅ്മിനൻ ഖാലിസൻ എന്നുള്ളതാണ്. അയ്യകൂന മുഅ്മിനൻ ഖാലിസൻ, ആ മനുഷ്യൻ ഒരു കറകളഞ്ഞ ഏകദൈവ വിശ്വാസിയായി തീരണം എന്നുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി
അല്ലാഹു അല്ലാതെ വിളിച്ചു തേടപ്പെടാൻ യോഗ്യനായി ഒരാളുമില്ല എന്ന ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അള്ളാഹുവിന്റെ വഹ്ദാനിയത്തിനെ കുറിച്ചുള്ള, അവന്റെ ഏകത്വത്തെ കുറിച്ചുള്ള ആ ദൃഢമായ വിശ്വാസം, ആ വിശ്വാസം ഉൾക്കൊണ്ടവന്റെ അമലാണ് അള്ളാഹു സ്വീകരിക്കുവാനുള്ള ഒന്നാമത്തെ നിബന്ധന. ഏതൊരവസരത്തിലും ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും അള്ളാഹു അല്ലാത്ത ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. അള്ളാഹുവല്ലാതെ ഒരാൾക്കും ഇബാദത്ത് നേരാൻ പാടില്ല. അല്ലേ? നിങ്ങൾ നോക്കി, നമ്മൾ സൃഷ്ടിക്കപ്പെട്ടതിന്റെ ഏറ്റവും മുഖ്യമായ ലക്ഷ്യങ്ങളിൽ ഒന്ന് തന്നെ അതാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഇല്ല മനുഷ്യരെ, അല്ലാഹു പറയാണ്, മനുഷ്യരെ നിങ്ങളെയും ജിന്നുവർഗത്തെയും നാം സൃഷ്ടിച്ചത് എനിക്ക് ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടി മാത്രമാകുന്നു. ഇബാദത്തിന്റെ മർമ്മപ്രധാനമായ വശമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പൊ പ്രാർത്ഥന അത് അള്ളാഹുവിനെ മാത്രം വിളിച്ചു തേടുന്ന, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അള്ളാഹു അല്ലാത്ത അവന്റെ ഒരു പടപ്പിനെയും ഒരു ഘട്ടത്തിലും വിളിച്ചു തേടാത്ത രീതിയിലുള്ള കറകളഞ്ഞ ഒരു വിശ്വാസം നമുക്കുണ്ടോ? ആ ഒരു അഖീദ നമ്മളിൽ എത്ര കണ്ട് സുരക്ഷിതത്വത്തോടെ നിൽപ്പുണ്ടോ, അപ്പോഴാണ് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കാനുള്ള ഒന്നാമത്തെ നിബന്ധന പൂർത്തിയാവുകയുള്ളൂ. ഒന്ന് വീഴാൻ പോകുമ്പോഴേക്കും ബദരീങ്ങളെ എന്ന് വിളിക്കുന്ന മനുഷ്യന്മാര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അല്ലേ? എന്നെ ആ ഒരു ആപത്തിൽ നിന്ന് ബദരീങ്ങൾ കാക്കും, അല്ലെങ്കിൽ മമ്പറത്തങ്ങൾ കാക്കും, അല്ലെങ്കിൽ ഇന്ന ശൈഖ് കാക്കും എന്ന വിശ്വാസത്തോടെ അത്തരം ഘട്ടങ്ങളിൽ, വിശേഷിച്ചും പ്രയാസഘട്ടങ്ങളിൽ അത്തരം അള്ളാഹുവിന്റെ പടപ്പുകളെ വിളിക്കുന്ന മനുഷ്യന്മാർ, സഹോദരന്മാരെ, അതിനെയാണ് ശിർക്ക് എന്ന് പറയുന്നത്. അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്നതിനെയാണ്, അവരിൽ നിന്ന് ഗുണദോഷങ്ങൾ പ്രതീക്ഷിക്കുന്നതിനെയാണ് ശിർക്ക് എന്ന് പറയുന്നത്. ഏത് ഘട്ടത്തിലും എവിടെയായിരുന്നാലും അല്ലാഹ് എന്ന വിളിയല്ലാതെ നമ്മിൽ നിന്ന് ഉയരാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാം കണിശമായി പഠിപ്പിച്ച കാര്യമാണ്. ഇന്ന ശിർക ലദുൽമുൻ അദീം. ഏറ്റവും വലിയ ദുൽമ് അത് ശിർക്കാണ്. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കലാണ്, അവരോട് സഹായം ചോദിക്കലാണ് എന്ന് സൂറത്തുൽ ഖുർആനിലൂടെ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഇല്ല സഹോദരന്മാരെ, അല്ലാഹു അല്ലാത്ത ഒരാളും നമ്മുടെ പ്രാർത്ഥന കേൾക്കില്ല എന്ന് ഖുർആൻ തന്നെ പഠിപ്പിച്ചതാണ്. ഇനി മനുഷ്യരെ, നിങ്ങളുടെ വാദപ്രകാരം അവർ കേട്ടു എന്ന് തന്നെ സങ്കല്പിക്കുക. ഖുർആൻ പറയാണ്, വലൗ സമിഉ. ഇനി അവർ കേട്ടു എന്ന് നിങ്ങൾ സങ്കല്പിച്ചാൽ തന്നെയും മസ്തജാബു ലക്കും, നിങ്ങൾക്ക് ഉത്തരം നൽകാൻ, നിങ്ങളെ സഹായിക്കാൻ ഈ ഭൂമുഖത്ത് നിന്ന് മൺമറഞ്ഞു പോയ ഒരു മഖ്ലൂക്കിനും, ഒരു മഹാനും സാധ്യമല്ല. എന്നെന്നും ജീവിച്ചിരിക്കുന്ന, എല്ലാറ്റിനും കഴിയുന്ന, നമ്മുടെ വിചാരവികാരങ്ങൾ അറിയുന്ന അള്ളാഹുവിനെ അല്ലാതെ ഒരാളെയും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, വിളിച്ചു തേടാൻ പാടില്ല. അപ്പൊ ആ വിശ്വാസം എത്ര കണ്ട് ശക്തമാണോ അവന്റെ അമലെ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്നർത്ഥം. അള്ളാഹു അത്തരത്തിലുള്ള യഥാർത്ഥ മുവഖ്ഖിദീങ്ങളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹിനോട് പോലും പറഞ്ഞു അല്ലാഹ്, എന്ത്? ലഇൻ അശ്റക്ത, റസൂലേ, ഈ ശിർക്ക് താങ്കളിലാണ് സംഭവിക്കുന്നതെങ്കിൽ ലയഹ്ബതന്ന അമലുക്, അങ്ങയുടെ മുഴുവൻ അമലും ബാത്തിലായി പോകും കേട്ടോ എന്ന്. അപ്പോ നമ്മുടെ അമലുകൾക്ക് ഒരു വിലയും നിലയും സ്വീകാര്യതയും ഉണ്ടാവില്ല, എന്തില്ലെങ്കിൽ തൗഹീദില്ലെങ്കിൽ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. 2, നമ്മുടെ ഏതേത് അമലും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അള്ളാഹു മുന്നോട്ട് വെച്ച ആ 3 നിബന്ധനകളിൽ രണ്ടാമത്തേത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ എന്ത് ചെയ്യുന്നതും അയ്യകൂന മുത്തബിഉസ് സുന്നഹ, പ്രവാചകന്റെ സുന്നത്തനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ ചെയ്യാവൂ എന്നുള്ളതാണ്. പ്രവാചകൻ പഠിപ്പിക്കാത്തത് ദീനായി പുണ്യകർമ്മം എന്ന നിലക്ക് പ്രതിഫലം ആഗ്രഹിച്ച് നമ്മൾ ചെയ്യാൻ പാടില്ല.
ഏത് ഘട്ടത്തിലും നമ്മൾ ചെയ്യുന്നതൊക്കെ പ്രവാചകന്റെ മാതൃകയുള്ളതാവണം, പ്രവാചകന്റെ സുന്നത്തുള്ളതാവണം. പ്രവാചകന്റെ വാക്കുകൊണ്ടോ പ്രവാചകന്റെ പ്രവൃത്തി കൊണ്ടോ പ്രവാചകന്റെ മൗനാനുവാദം കൊണ്ടുപോലും അതുകൊണ്ടുപോലും പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രമേ നമുക്ക് ദീനായി ആചരിക്കാൻ പാടുള്ളൂ. അതല്ലാത്തതൊന്നും അള്ളാഹു സ്വീകരിക്കില്ല എന്നുള്ളതാണ് അള്ളാഹു മുന്നോട്ട് വെച്ച രണ്ടാമത്തെ കാര്യം. അയ്യക്കൂന മുത്തബിഉ സുന്ന, സുന്നത്ത് അനുധാവനം ചെയ്യണം. പ്രവാചകന്റെ ചര്യ അനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതല്ലാതെ അവനവന് തോന്നുന്നത് അത് നന്മയാണ്, അത് നല്ലതാണ് എന്ന് വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് കൊണ്ട് അള്ളാഹ് സ്വീകരിക്കൂല. അത് ഇബാദത്തായി മാറില്ല, അമലുൻ സ്വാലിഹായ അമലായി മാറില്ല. ആലോചിക്കും, നമ്മള് എന്തുകൊണ്ടാണ് നമസ്കാര ശേഷം ഓരോ 5 വക്ത് നമസ്കാരവും ജമാഅത്തായി നിർവഹിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തുകൊണ്ടാ കൂട്ടമായിരുന്നു പ്രാർത്ഥിക്കാത്തത്? എന്തുകൊണ്ടാ കൂട്ടുപ്രാർത്ഥന നടത്താത്തത്? എന്തുകൊണ്ടാ? അല്ലേ, പ്രത്യക്ഷത്തിൽ അത് നല്ലതല്ലേ എന്ന് നമുക്ക് തോന്നാം. പക്ഷെ അതിനെന്തില്ല? പ്രവാചകന്റെ മാതൃകയില്ല. പ്രവാചകന്റെ മാതൃക അതിനില്ല കൂട്ടരെ. അതുകൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത്. പ്രവാചകന്റെ മാതൃകയില്ലാത്ത ഒരു കാര്യം അത് നമ്മുടെ കണ്ണിൽ പ്രത്യക്ഷത്തിൽ അത് നല്ലതല്ലേ എന്ന് തോന്നിയാലും അത് ചെയ്താൽ അതിനെയാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. എല്ലാ ബിദ്അത്തും ദലാലത്താണ്, വഴികേടാണ് എന്ന് പ്രവാചകൻ പ്രത്യേകം ഉണർത്തുകയും ചെയ്തു. അല്ലേ, നിങ്ങൾ നോക്കൂ, എന്തേ നമ്മൾ സുബഹി 2 റക്അത്ത് മാത്രം നിർവഹിക്കുന്നത്? ഏറെ പണിപ്പെട്ട് ഉറക്കച്ചടവുകളിൽ നിന്ന് മാറി നമ്മൾ 2 റക്അത്ത് നമ്മൾ ഇതിൽ നിന്നുള്ളൂ സുബഹി നിസ്കരിക്കുന്നുള്ളൂ. എന്തേ ഉറക്കാലത്ത് അധികം നമ്മൾ നിർവഹിക്കാത്ത? എന്താ? പഠിത്തം സ്വീകരിക്കൂല നമുക്കറിയാം. കാരണം റസൂൽ അവിടെ 2 പഠിപ്പിച്ചിട്ടുള്ളൂ. അല്ലേ, എന്തുകൊണ്ടാ നമ്മൾ ഒളു എടുക്കുമ്പോ തല ഒരേ ഒരു തവണ തടവുന്നത്? പ്രവാചകൻ അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളൂ. തലയും ചെവിയും ഒരൊറ്റ തവണ കേട്ടോ. അതെങ്ങനെ? തലയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് തടവുക എന്നുള്ളതല്ല. കണ്ടോളി, ഇതാ ഇങ്ങനെ ഈ ഒരു രൂപത്തിൽ മുഴുവനായും തലയുടെ പിറക് വരെ കൊണ്ടുപോയി, പിരടി വരെ കൊണ്ടുപോയി, അതുപോലെ തിരിച്ചു കൊണ്ടുവരിക. ചൂണ്ടുവിരൽ ചെവിയുടെ ഉള്ളിലേക്ക് തിരുകി തള്ളവിരൽ കൊണ്ട് അടിയിൽ നിന്ന് മുകളിലേക്ക് തടവുക. ഒരൊറ്റ തവണ, ഒരേ ഒരു തവണ. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? അതാണ് പ്രവാചകന്റെ മാതൃക, അതാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അപ്പൊ എന്ത് കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും അതിന് പ്രവാചകന്റെ മാതൃക വേണം, പ്രവാചകന്റെ അധ്യാപനം വേണം, സുന്നത്ത് വേണം. അതല്ലാത്ത ഒരു അമലും അല്ലാഹു സ്വീകരിക്കില്ല. നമ്മൾ നോക്കി, ഇപ്പം 2 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ശഅബാൻ 15 ബന്ധപ്പെട്ട ഒരു നോമ്പ് നമ്മുടെ സമൂഹത്തിൽ കാണാൻ കഴിയും. ബറാഅത്ത് നോമ്പ് എന്ന പേരിലൊരു നോമ്പ്. യഥാർത്ഥത്തിൽ സഹോദരന്മാരെ, അള്ളാന്റെ പ്രവാചകൻ അങ്ങനെ ഒരു നോമ്പ് പഠിപ്പിച്ചിട്ടേയില്ല. ശഅബാൻ 15 റസൂലുള്ള പ്രത്യേകമായ ഒരു നോമ്പ് നമ്മെ പഠിപ്പിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ദിവസമാണ് ശഅബാൻ 15 രാവ് എന്നാണ് പലരും വിശ്വസിക്കുന്നത്. യഥാർത്ഥത്തിൽ അതുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകളെല്ലാം ദുർബലമാണ്, വിശ്വാസയോഗ്യമല്ല. സഹോദരന്മാരെ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്താണെന്ന് ഏത് ചെറിയ കുട്ടികൾക്ക് പോലും നമ്മുടെ കൂട്ടത്തിൽ അറിയും, ഇല്ലേ? എന്ന ഖുർആൻ അവതരിപ്പിച്ചത് ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം അത് റമളാനാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ മുമ്പിൽ എത്തി നിൽക്കുന്നു. അള്ളാഹു എത്തിച്ചേർക്കുമാറാകട്ടെ. ശഅബാൻ 15 എന്തില്ല? ബറാഅത്ത് എന്ന പേരിലോ മറ്റ് ഒരു പേരിലോ പ്രത്യേകമായൊരു നോമ്പില്ല. എന്നാൽ എല്ലാ മാസവും, എല്ലാ അറബി മാസവും 13, 14, 15 തീയതികളിൽ സുന്നത്ത് നോമ്പെടുക്കാം. പ്രവാചകന്റെ അധ്യാപനമുണ്ട്, സുന്നത്താണത്. ആ നിലക്ക് ശഅബാൻ 15 എടുക്കാം എന്നതല്ലാതെ 13, 14, 15 എടുത്തു പോരുന്ന ആളുകളാണെങ്കിൽ
ആ നിലക്ക് എടുക്കാമെന്നതല്ലാതെ ശഅബാൻ 15 മാത്രമായി എടുക്കുന്നത് സഹോദരന്മാരെ പ്രവാചകൻ പഠിപ്പിക്കാത്തതാണ്, സഹാബത്തിന് പരിചയമില്ലാത്തതാണ്, സുന്നത്തിനെതിരാണ്, ബിദ്അത്താണ് എന്നർത്ഥം. എന്താ ബിദ്അത്ത് കൊണ്ടുള്ള അപകടങ്ങൾ? ഒരുപാട് അപകടങ്ങളുണ്ട് ബിദ്അത്ത് ചെയ്താൽ. അതിൽ വലിയൊരു അപകടം നമ്മുടെ തൗബ പോലും അല്ലാഹു സ്വീകരിക്കില്ല എന്നുള്ളതാണ്. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നമ്മൾ പറയുന്ന പദം പോലും അല്ലാഹു സ്വീകരിക്കൂല. റസൂൽ പറയാണ്, ഇന്നല്ലാഹ ഹജബ തൗബത അൻ കുല്ലി സ്വാഹിബി ബിദ്അത്തിൻ. ബിദ്അത്തുകൾ ചെയ്യുന്ന മനുഷ്യന്മാരുടെ തൗബയെ അല്ലാഹു തടഞ്ഞിരിക്കുന്നു. ഹത്താ യദഅ ബിദ്അതഹു, അവന്റെ ജീവിതത്തിൽ നിന്ന് ആ ബിദ്അത്തുകൾ അവൻ ഉപേക്ഷിക്കുന്നത് വരെ. സുന്നത്തോളം തന്നെ ഒരുപാട് ചെയ്യാനുണ്ട്, പിന്നെ എന്തിന് നമ്മൾ ബിദ്അത്തുകളുടെ പിന്നാലെ പോകണം? അതുകൊണ്ട് സഹോദരന്മാരെ ഗൗരവത്തിൽ മനസ്സിലാക്കുക, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിന് പ്രവാചകന്റെ മാതൃക വേണം, പ്രവാചകന്റെ അധ്യാപനം വേണം, സുന്നത്ത് വേണം. അതല്ലാത്തതൊന്നും അല്ലാഹു സ്വീകരിക്കില്ല. മൂന്നാമത്തെ നിബന്ധന എന്താണെന്നറിയോ? അള്ളാഹിന്റെ തൃപ്തി ആഗ്രഹിച്ച് മാത്രമേ ചെയ്യാവൂ എന്നുള്ളതാണ്. എന്ത് ചെയ്യുകയാണെങ്കിലും അള്ളാഹുവിന്റെ തൃപ്തി ലാക്കാക്കി കൊണ്ടല്ലാതെ, സ്വർഗം ലാക്കാക്കി കൊണ്ടല്ലാതെ വേറെ ഭൗതികമായ ഒരു താല്പര്യങ്ങളും അടിസ്ഥാനപരമായി ഒരു കർമ്മത്തിന്റെയും പിന്നിൽ ഉണ്ടാവാൻ പാടില്ല. എന്ത് ചെയ്യുകയാണെങ്കിലും അല്ലെ, ഒരാളെ കാണിക്കാനോ ഒരാളുടെയും ഒരു നല്ല വാക്ക് കിട്ടാനോ ഒന്നിനല്ല. പടച്ചോനെ, ഇത് നിനക്ക് വേണ്ടിയാണ് റബ്ബേ ഞാനിത് ചെയ്യുന്നത്. അതുവഴി നമുക്ക് ദുനിയാവിൽ തന്നെ ഒരുപാട് ഗുണങ്ങൾ തന്നേക്കാം. അത് കിട്ടിയാലും ഇല്ലെങ്കിലും ആത്യന്തികമായി റബ്ബേ, ഞാൻ എന്ത് ചെയ്യുന്നതും ഞാൻ എന്ത് പ്രവർത്തിക്കുന്നതും നിന്റെ റിളക്ക് വേണ്ടിയാണ്, നിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്. ആ ഒരു നല്ല നെയ്യത്ത്, ആ ഒരു ഇഖ്ലാസ് അതുകൂടി ഉണ്ടെങ്കിലേ നമ്മുടെ ഏതേത് അമലുകളും അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. ഈ 3 നിബന്ധനകളെ കുറിച്ചാണ് ഞാൻ ആമുഖമായി ഓതിവെച്ച സൂറത്തു ഇസ്രായിലെ 19-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. ഒമൻ അറാദൽ ആഖിറ, ആരാണോ ആഖിറത്ത് ലക്ഷ്യം വെക്കുന്നത്, അതായത് നമ്മൾ ഈ അവസാനം പറഞ്ഞ കാര്യം, റബ്ബിന്റെ തൃപ്തി ലക്ഷ്യം വെക്കുന്നത്, ആഖിറത്തിലെ വിജയം ലക്ഷ്യം വെക്കുന്നത്. 2 അതിൻ്റെതായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നത്, അഥവാ പ്രവാചകൻ പഠിപ്പിച്ചു തന്നതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നത്. വഹുവ മുഅ്മിനുൻ, മൂന്നാമത്തെ എന്താണ്? വഹുവ മുഅ്മിനുൻ, മുഅ്മിനായ നിലയിൽ വിശ്വാസം ശരിപ്പെടണം, ഈമാൻ ശരിപ്പെടണം, തൗഹീദ് ക്ലിയർ ആവണം, ശിർക്ക് കലരാൻ പാടില്ല. ഈ 3 നിബന്ധനകൾ ആര് ഉൾക്കൊണ്ടുകൊണ്ട് അമലെടുക്കുന്നുവോ കാന സഅയുഹും മഷ്കൂറ, അവരുടെ പ്രവർത്തനങ്ങളാണ്, അവരുടെ പരിശ്രമങ്ങളാണ് പ്രതിഫലാർഹമായി തീരുക എന്ന് അല്ലാഹു ജല്ല വഅല. നമ്മൾ ഉണ്ടാക്കിയ നിബന്ധനകളല്ല, അല്ലാഹു മുന്നോട്ട് വെച്ച നിബന്ധനകളാണ്. നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കാനുള്ള നിബന്ധനകൾ നമ്മുടെ മുമ്പിൽ ഇൻഷാ അല്ലാഹ് റമദാനൊക്കെയാണ് വരുന്നത്. റമദാനിന്റെ ഒരുക്കങ്ങൾ സജീവമായി നമ്മളിൽ നടക്കുകയാണ്. ആ കൂട്ടത്തിൽ റബ്ബേ, എൻ്റെ അമലുകൾ നഷ്ടപ്പെടാവുന്ന രൂപത്തിൽ, സ്വീകരിക്കപ്പെടാതെ പോകുന്ന തരത്തിൽ എന്തെങ്കിലും നീ നിശ്ചയിച്ച കണ്ടീഷനുകളിൽ എന്തെങ്കിലും പാളിച്ചകൾ വന്നിട്ടുണ്ടോ, അപാകതകൾ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് തിരുത്തേണ്ടത് തിരുത്തി റമദാനിന് വേണ്ടി നല്ല ഒരു രീതിയിൽ നമ്മൾ ഒരുങ്ങുക. അർഹമർ റഹീമീനായ റബ്ബ് സഹായിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. വിശുദ്ധ റമദാനിന്റെ ഒരുക്കത്തിന്റെ ഭാഗമായി നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കാൻ അല്ലാഹു നിശ്ചയിച്ച നിബന്ധനകൾ, ആ നിബന്ധനകളിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടോ, എന്തെങ്കിലും അപാകതകൾ വന്നിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിച്ച് നല്ല ഒരു രീതിയിലുള്ള ഒരുക്കം, തയ്യാറെടുപ്പ് നടത്താൻ വേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്
പറഞ്ഞു വന്നത്. സഹോദരന്മാരെ, അതോടൊപ്പം തന്നെ റമദാനിന് വേണ്ടി നാം നടത്തുന്ന ഒരുക്കങ്ങളുടെ ഭാഗമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന വലിയൊരു പുണ്യകർമ്മമാണ്, വലിയൊരു കാരുണ്യ പ്രവർത്തനമാണ്. നോമ്പെടുക്കുന്ന നല്ല മനുഷ്യന്മാർക്ക് വേണ്ടി, പ്രത്യേകിച്ചും സമൂഹത്തിലെ പാവപ്പെട്ട മനുഷ്യന്മാർക്ക് വേണ്ടി നോമ്പ് തുറക്ക് വേണ്ട വിഭവങ്ങൾ, അല്ലെ, ഇഫ്താർ കിറ്റുകൾ എന്ന പേരിൽ നമ്മുടെ സമൂഹത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന അത്തരം സംരംഭങ്ങളിൽ നമുക്ക് കഴിയാവുന്ന രീതിയിൽ പങ്കാളികളാവുക എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ യുവജന വിഭാഗം ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ ഈ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ 4000 കുടുംബങ്ങൾക്ക് ഇഫ്താർ കിറ്റുകൾ വിതരണം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിയ പല കുടുംബത്തിലെ അവസ്ഥ നമുക്കറിയാം. അന്നാന്ന് പോയി പണിയെടുത്ത് അന്നാന്ന് കിട്ടുന്ന കൂലി കൊണ്ട് മാത്രം മക്കളെ തീറ്റേണ്ടുന്ന എത്രയോ കുടുംബത്തെ നയിക്കേണ്ടുന്ന എത്രയോ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, അല്ലേ? പക്ഷെ ഞമ്മക്കൊക്കെ ചിലപ്പോൾ ഒരു മാസം ഒരു ജോലിക്കും കാര്യത്തിലൊന്നും പോകാതെ വെറുതെ വീട്ടിലിരിക്കേണ്ടി വന്നാലും അന്നാന്ന് പണിയെടുത്താലല്ലാതെ തിന്നാനുള്ള വക കിട്ടാത്ത എത്രയോ മനുഷ്യന്മാരുണ്ട് നമ്മുടെ ചുറ്റിലും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത്തരം കുടുംബങ്ങൾക്ക് നമ്മൾ, അല്ലെ, ഒരു കുറച്ച് ദിവസത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ കുറച്ച് വിഭവങ്ങൾ കൊണ്ടുകൊടുത്താലോ അവർക്ക് സമാധാനത്തോടെ നോമ്പ് നോൽക്കാം, നോമ്പ് തുറക്കാം. ആ നോമ്പ് തുറന്ന് അതിൻ്റെ നിർവൃതിയിൽ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന അവരുടെ ആ സന്തോഷം, അതുപോലെ നമുക്ക് മൻ ഫത്തറ സ്വായിമൻ, ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ അവന് 2 പ്രതിഫലമുണ്ട്. ആ തുറപ്പിക്കപ്പെട്ടവന്റെ കൂടി കൂലിയുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒരു കിറ്റിന് 1200 രൂപ എന്ന രീതിയിലാണ് നമ്മൾ സ്വരൂപിക്കുന്നത്. ഒരു കിറ്റിന്, ഒരു വീട്ടിലേക്കുള്ള ഒരു കിറ്റിന് 1200. അല്ലേ? നമ്മുടെ വകയായി ഒരു കിറ്റെങ്കിലും സഹോദരന്മാരെ കൊടുക്കാൻ കഴിയണം. സാധിക്കും. ഒന്നല്ല 1000 കിറ്റുകൾ നമുക്ക് കൊടുക്കാനുള്ള കഴിവും ശക്തിയും അള്ളാഹു ഇന്ന് തന്നിട്ടുണ്ട്. അള്ളാഹു അത് നിലനിർത്തി തരുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, ആ ഒരു സംരംഭവുമായി കഴിയുന്ന രീതിയിൽ നമ്മൾ സഹകരിക്കുക. നമ്മുടെ ISM-ന്റെ പ്രവർത്തകൻ സുബൈർ, അദ്ദേഹത്തെ സമീപിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ ഇബ്രാഹിംക്കയോ അല്ലെങ്കിൽ സുൽത്താനിക്കയോ ഇവിടെ ആരെങ്കിലുമൊക്കെ ആയി ബന്ധപ്പെട്ട് ഇതാ എൻ്റെ ഒരു വിഹിതം 1200, ഒരു കിറ്റിനുള്ള വിഹിതം, അല്ലെങ്കിൽ 2 കിറ്റ് 3 കിറ്റ്, ഇങ്ങനെയൊക്കെയാണോ നമുക്ക് കഴിയുക. ആ രീതിയിലൊക്കെ നമ്മൾ ആ ഒരു സംരംഭവുമായി, ആ ഒരു കനിവാർന്ന ആ ഒരു കാരുണ്യ പ്രവർത്തനവുമായി നമ്മൾ എന്ത് ചെയ്യുക? സഹകരിക്കുക. അതിനുള്ള മനസ്സും കഴിവും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാൻ നമ്മുടെ മുമ്പിൽ എത്തി നിൽക്കുന്നു. റമദാനിനെ ഏറ്റവും ഹൃദ്യമായി, ഏറ്റവും നല്ല രീതിയിൽ വരവേൽക്കാൻ കഴിയുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويقضي الحاجات. اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمين في جميع أنحاء العالم يا رب العالمين. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا وأعمالنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين. قوموا إلى صلاتكم يرحمكم الله.